1. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിൽ ആക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം, ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഉത്തരം ഡി ആണ്. 2, 4, 1, 3 ആണ്. അപ്പോൾ നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹം എന്താ നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 ഈഴവ മെമ്മോറിയൽ നടന്നത് 1891. പിന്നെ പാലിയം സത്യാഗ്രഹം നടന്നത് 1947. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. അപ്പം ഒന്നെന്ന് വെച്ചാൽ ഉത്തരം ബി ആണ് ശരി. ഈഴവ മെമ്മോറിയലാണ് ആദ്യം നടന്നത്. പിന്നെ വൈക്കം സത്യാഗ്രഹം ആണ്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 4 പാലിയം സത്യാഗ്രഹമാണ്. അപ്പോൾ നമുക്ക് ഓർഡറിൽ നോക്കാം. ഈഴവ മെമ്മോറിയൽ 1891. വൈക്കം സത്യാഗ്രഹം 1924. ഗുരുവായൂർ സത്യാഗ്രഹം 1931. പാലിയം സത്യാഗ്രഹം 1947. ഇനി 2. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിംഗ് അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ചോറ്റൂർ ശങ്കരൻ നായരാണ്. 3. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ലോർഡ് കഴ്സൺ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നതാണ്. ഉത്തരം ഡി ആണ്. എല്ലാം ശരിയാണ്. ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ആത്മാനുതുപ. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവം. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ബോംബെ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസൺ. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏതു സഭയിലാണ്? ലോകസഭയിലെ. മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏതു കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഹൈക്കോടതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 61ാം ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം ഏതു ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന സി ആണ്. 1ഉം 2ഉം ആണ് ശരിയായ പ്രസ്താവന. 1. സംസ്ഥാനങ്ങളുടെ കൗൺസിലിംഗ് എന്നറിയപ്പെടുന്നു സ്ഥിരം സഭയാണ്. ഇപ്പോൾ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളുടെ കൗൺസിലിംഗ് എന്നറിയപ്പെടുന്നു സ്ഥിരം സഭ. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? 2025 മെയ് 2-ന്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? JC വാൻസ്.
18 സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിന് സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആര്? വി.പി. മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ്രോയി ചെയർമാൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ചൈന. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ഭാഷ അടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം വാരണാസി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഡോക്ടർ V. നാരായണൻ. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1 ഹിരാക്കുഡ് മഹാനദിയാണ്. 2 സർദാർ സരോവർ നർമ്മദയാണ്. 3 കൃഷ്ണരാജസാഗർ കാവേരിയാണ്. 4 നിസാം സാഗർ ഗോദാവരിയാണ്. ഉത്തരം C ആണ്. 1 ഹിരാക്കുഡ് മഹാനദിയാണ്. സർദാർ സരോവർ നർമ്മദയാണ്. കൃഷ്ണസാഗർ കാവേരിയാണ്. നിസാം സാഗർ ഗോദാവരിയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ്. അഗസ്ത്യമല. പുനർഗോഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാ? കൊല്ലം മുതൽ ചെങ്കോട്ട. ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രി സവിശേഷതകൾ അല്ലാത്തത് ഏത്? ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണെന്ന് വെച്ചാൽ 1 ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. 4 നിരപ്പായ താഴ്വരകളായ ദൂണുകൾ കാണപ്പെടുന്നു. ഇത് രണ്ടും ഇതിൻ്റെ സവിശേഷതകൾ. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ. ഇതാണ് ഇതിൻ്റെ സവിശേഷതകൾ. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം നല്ലോളം. 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏത്? 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏത്? സൗദി അറേബ്യ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. 1 പാമ്പാടും ഷോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. 2 മതികെട്ടാൻ ഷോല 2003 ദേശീയോദ്യാനം. ഇരവികുളം നീലഗിരി ധാർ. 4 സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. 1 പാമ്പാട് ഷോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. മതികെട്ടാൻ ഷോല 2003 ദേശീയോദ്യാനമായി. ഇരവികുളം നീലഗിരിധാർ, സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായി താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിന് ഏതു പേരിൽ അറിയപ്പെടുന്നു? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായി താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിന് ഏതു പേരിൽ അറിയപ്പെടുന്നു? ലൂ.
പെരിയാർ നദിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പെരിയാർ നദിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം എ ആണ്. 1, 3, 4 1. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദി. 2 തെറ്റാണ് കേട്ടോ. 3. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായി തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ്. കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. നെല്ലിക്കാമ്പൊട്ടി ഗെയിംസ് സാങ്ച്വറി എന്ന ആദ്യഘട്ടങ്ങളിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ്. കരോവാസ് മണ്ണ്. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതും കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത്. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതും കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് മഴ നിഴൽ പ്രദേശങ്ങൾ. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റായ തിരിച്ചറിയുക എന്നതാണ്. കല്ലടയാറിൻ്റെ പതന സ്ഥാനമാണത്. തെറ്റാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. അപ്പോൾ വേമ്പനാട് കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ്. ശരിയാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ശരിയാണ്. മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ. ഇത് തെറ്റാണ്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം. മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം നീണ്ടക്കര. കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ തിരിച്ചറിയുക. കേരളത്തിലെ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ്. കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രശ്നം ശരിയായ തിരിച്ചറിയുക എന്നതാണ്. കേരളത്തിൻ്റെ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ്. തെറ്റാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. തെറ്റാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യരഹിത വനപ്രദേശമാണ്. ശരിയാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ശരിയാണ്. ഇനി അടുത്തത് ചേരുംപടി ചെറുപു എന്നതാണ്. കുരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ജില്ലയിലാണ്. അടുത്ത് പൂനലൂർ തൂക്കുപാലം കൊല്ലത്താണ്. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറമാണ്. അപ്പോൾ കുരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ജില്ലയിലാണ്. പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ലയിലും. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറത്താണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ബോക്സാർ കലാപം അമേരിക്ക. തെറ്റാണ്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ശരിയാണ്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന. തെറ്റാണ്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ശരിയാണ്. ബോക്സാർ കലാപം വടക്കൻ ചൈനയിലാണ് നടന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം മൂലമാണ് നടന്ന ഇതാണ്. ഇനി അടുത്തത് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്?
കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? കോകില സന്ദേശം. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകൾ ആണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിക്കുക. ഭൂവകാലം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇതാണ് കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായവ കണ്ടെത്തുക. 1. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായ ചില അധികാരങ്ങൾ. ഇത് തെറ്റാണ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല. ശരിയാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാവും. തെറ്റാണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. ശരിയാണ്. നമ്മുടെ ഭരണാധികാരികൾ മേൽ ആർക്കും നിയന്ത്രണമില്ല. ഇത് തെറ്റാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണം. തെറ്റാണ്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്രരംഗം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സാറാ ജോസഫിന്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ്. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഫംഗസ്. നാഗപാതിവെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം കുരുമുളക്. മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലത്തിനെ സഹായിക്കുന്ന ഹൈപ്പോതലാമസ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം തിരുവനന്തപുരമാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ സി ആണ്. സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ. 1. കൂടിയാട്ടം. 2. കഥകളി. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങളാണ് കൂടിയാട്ടവും കഥകളിയും. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കുക. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് കണ്ടെത്തുക. പ്രസ്താവനകൾ. 2. വാഹനങ്ങൾ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നു. 4. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. താഴെ തന്നിരിക്കുന്ന ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഉത്തരം 1. ഇലക്ട്രോൺ ജെ തോംസൺ ആണ്. താഴെ പറഞ്ഞ പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിൽ വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിൽ സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? കലാമി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ഹൈഡ്രജൻ. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം എല്ലാം ശരിയാണ്. തന്മാത്രകളും യാഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളെ യാഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിൽ എല്ലാം ശരിയാണ്. 2023 രാസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? കോണ്ടംസ് സോട്ട്. DRCOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? സുന്ദർലാൻഡ്. മലമ്പനി രോഗികാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? പ്രോട്ടോസോവ. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമോണല്ല ടൈഫി. രക്തത്തിൽ കാണപ്പെടുന്ന ഫംഗോസൈറ്റിക് കോശം ഏത്? മോണോസൈറ്റ്. ഒരു കാർഡിയക്ക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്ര? 0.8 സെക്കൻഡ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത്? എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത്? ലെപ്റ്റോസ്പൈറോ. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്ത്? ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്ത്? BCG. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്ര? 9 to 11 mg.
മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലപാളിയത് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലപാളിയത് മെനിഞ്ചസ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ജീവകം കെ. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന് ജൂലൈ 28. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി എന്ത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി എന്ത്? മിഠായി. അമീബയ്ക്ക് മെനിഞ്ചോ എൻസോഫലൈറ്റിസിനും കാരണമാകുന്ന രോഗകാരി ഏത്? നെയ്ഗ്ലോരിയ ഫൗലേരി. 2023 കേരളത്തിലെ ആരോഗ്യമേഖലയുമായി ന്യൂനതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാര. ഇനി മാത്സ് ആണ് പറഞ്ഞിപ്പോൾ. ഉത്തരം 81 C ആണ്, 82 A ആണ്, 83 B ആണ്, 84 A ആണ്, 85 B ആണ്, 86 C ആണ്, 87 D ആണ്, 88 B ആണ്, 89 B ആണ്, 90 D ആണ്, 91 A ആണ്, 92 B ആണ്, 93 C ആണ്, 94 D ആണ്, 95 C ആണ്, 96 B ആണ്, 97 C ആണ്, 98 B ആണ്, 99 C ആണ്, 100 C ആണ്.